തെക്കൻ കേരളത്തിലെ ആദ്യ വനിതാ ചിന്തപാട്ട് സംഘം മാന്നാറിൽ നിന്ന് മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്ര സന്നിധിയെ ഭക്തിസാന്ദ്രമാക്കി സംഘം അരങ്ങേറ്റം കുറിച്ചു. മുരുകന്റെ വാദ്യങ്ങളിൽ ഒന്നായിട്ടാണ് ചിന്തുകാവടി അറിയപ്പെടുന്നത്. ഒരേ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയ 18 സ്ത്രീകളും കുട്ടികളും ചേർന്നൊരുക്കുന്ന താളത്തിനൊപ്പം ഉയരുന്ന കാവടി ചിന്തുപാട്ട് കുരട്ടിക്കാട് പട്ടാമ്പലം ദേവീക്ഷേത്ര സന്നിധിയെ ഭക്തിസാന്ദ്രമാക്കി. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ചിന്തപാട്ട് സംഘം അരങ്ങേറ്റം കുറിച്ചത്. കലാത്മിക വനിതാ ചിന്തപാട്ട് സംഘത്തിന്റെ നേതൃനിര ഗായിക ആതിര ഗോപകുമാറും സംഘവുമാണ് ഉള്ളത്. തൃശൂർ പരപ്പുകര സ്വദേശിയായ സുധീഷ് ബാബുവിന്റെ ശിക്ഷണത്തിൽ 1 മാസമായി നടത്തിയ കഠിന പരിശീലനത്തിന് ശേഷമായിരുന്നു അരങ്ങേറ്റം. സാധാരണയായി ക്ഷേത്രോത്സവങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങിലുമാണ് കാവടി ചിന്തപാട്ട് അവതരിപ്പിക്കുന്നത്. പ്രധാനമായി മണ്ഡലകാല മാസങ്ങളിൽ അയ്യപ്പൻ വിളക്ക്, ദേശവിളക്ക് എന്നീ ഉത്സവങ്ങൾക്കിടയിലാണ് കൂടുതലും ഈ അനുഷ്ഠാന കല അവതരിപ്പിക്കുന്നത്. അതേസമയം തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത ചിന്തുപാട്ട് സംഘം മാന്നാറിൽ നിന്ന് അരങ്ങേറ്റം നടത്തിയതെന്നുള്ളതും അഭിമാനാർഹമായ കാര്യമാണെന്നും സംഘത്തിന് എല്ലാ ആശംസകളും നേരുന്നുവെന്നും മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി പറഞ്ഞു. തെക്കൻ കേരളത്തിലെ ആദ്യ വനിതാ ചിന്തുപാട്ട് സമിതിയാണ് നമ്മുടെ മാന്നാർ കുരട്ടിക്കാടിലുള്ള കലാത്മിക വനിതാ ചിന്തുപാട്ട് സമിതി. വളരെയേറെ നല്ല ഭംഗിയോടും ചിട്ടയോടും കൂടി ചടുലമായ താളത്തോടു കൂടി ഈ ചിന്തുപാട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതിന് മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ അഭിമാനമുണ്ട് മാന്നാറിൽ ഇങ്ങനെ ഒരു ചിന്തുപാട്ട് കലാസമിതി രൂപീകരിച്ചതിൽ. കാലടിയിലാണ് കാവടി ചിന്ത് നിർമ്മിക്കുന്നത്. പ്ലാവിന്റെ നാരായ വേരുകൾ, കാതലായ തടിക്കഷ്ണങ്ങൾ, കശുമാവിൻ തടി, അലറിത്തടി എന്നിവ കൊണ്ടാണ് നിർമ്മാണം. എന്നാൽ ഇപ്പോൾ അലുമിനിയത്തിലും മറ്റ് കാവടി ചിന്ത് നിർമ്മിച്ചു വരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.